ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂർക്ക മെഴുക്ക് വരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെഴുക്ക് വരട്ടിയാണിത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കൂർക്ക നന്നായിട്ട് ചെറിയ പീസസായിട്ട് അരിഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് നമുക്കത് അടുപ്പിലേക്ക് വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്താണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് കേട്ടോ. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കൂർക്ക മെഴുക്ക് വരട്ടിക്ക് ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് ആ ചെറിയ ഉള്ളി ഒന്ന് ചതച്ചെടുക്കണം. നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. ഉള്ളി നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് വേണ്ടത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തൂടെ ആവശ്യമായിട്ടുണ്ട്. അതും ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കൂർക്ക ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂർക്ക വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ ഒരു പീസ് എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക. അപ്പോൾ നന്നായിട്ട് ഉടഞ്ഞ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. അത് ചെറുതായിട്ടൊന്ന് കളറ് മാറി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കടുക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കടുകും പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ചതച്ച മുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇതുകൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്ക ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ കൂർക്കയിലുണ്ടായിരുന്ന വെള്ളമൊക്കെ നമ്മൾ ഊറ്റി കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ കൂർക്ക ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇത് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ കൂർക്ക ഓൾറെഡി വേവിച്ചത് കൊണ്ട് ഒത്തിരി അങ്ങ് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. വെള്ളമയം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ഡ്രൈ ആയി വരുന്നവരെ ഒന്നുകൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ നോക്കാവുന്നതാണ്. ഉപ്പ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കൂർക്ക മെഴുക്ക് വരട്ടി ഇവിടെ പാകത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കൂർക്ക മെഴുക്ക് വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഈ രീതിയിൽ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടാതെ ഈ റെസിപ്പി നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിനായിട്ട് ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെ തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്. അതുകൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.